ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പത്മിനീസ് കിച്ചൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പായസമാണ്. ഗോതമ്പ് പായസം ഉണ്ടാക്കാവുന്നതിന് വേണ്ടി നമ്മൾ സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് ഉപയോഗിക്കാറുള്ളത്. പുറത്തൊക്കെ അതിന് ബ്രോക്കൺ വീറ്റ് എന്നാണ് പറയാറ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു മിക്കവരും അത്ര നേരം വരട്ടാറില്ല. അതിന് മുമ്പ് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ പായസത്തിന് ഒരു വെള്ളം ചുവ ഉണ്ടാവും. ഇതിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ശർക്കര ചേർത്തുണ്ടാക്കുന്ന പായസം ആയതുകൊണ്ട് പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന പായസങ്ങളെക്കാളൊക്കെ ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്കിനി ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും ഇതെങ്ങനെ ചെയ്യുന്നതെന്നും നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനു വേണ്ടി 250 ഗ്രാം സൂചി ഗോതമ്പ് നുറുക്ക് കഴുകി വാരി വെച്ചിരിക്കുകയാണ്. ഇത് 700 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഞങ്ങളിവിടെ സാധാരണ ഉപയോഗിക്കുന്നത് ഓർഗാനിക് ശർക്കരയാണ്. ഈ പായസത്തിന് നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തിക്കായിട്ടുള്ള പാക്കറ്റ് മിൽക്കാണ്. ഇതിനു വേണ്ടി ആകെ 500 ml തേങ്ങാപ്പാലാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ നിന്ന് 100 ml തിക്കായിട്ടുള്ള പാല് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒടുവിൽ ഒഴിക്കാനുള്ളതാണ്. ബാക്കിയുള്ള 400 ml പാലിൽ വെള്ളം ചേർത്ത് 1.5 ലിറ്റർ ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ രണ്ടാം പാലായിട്ട് ഉപയോഗിക്കുന്നത്. നെയ്യ് പായസം വരട്ടാനും കശുവണ്ടിയും മുന്തിരിയും വറുക്കാനും കൂടി ഉള്ളതാണ്. ഞാനൊരു 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കദളിപ്പഴം കേട്ടോ. ഇത് 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. കശുവണ്ടി 25 എണ്ണം രണ്ടാക്കി പൊളിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ഏകദേശം 30 ഉണക്കമുന്തിരിയോളം ഉണ്ട്. അത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഏലക്കായ തോട് കളഞ്ഞ് കുരു മാത്രം എടുത്ത് മിക്സിയിൽ പഞ്ചസാര ചേർത്ത് അടിച്ചത് 1 ടീസ്പൂൺ. പഞ്ചസാര ചേർക്കുന്നത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചു. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇട്ടു. ഏകദേശം ഈ ഗോതമ്പ് നുറുക്കിന്റെ ഇരട്ടിയോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഗോതമ്പ് നുറുക്ക് വേകുമ്പോൾ ഒന്നുകൂടി വികസിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഇതിൽ നിന്ന് ആവി പതിയെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 വിസിൽ വന്നാൽ മതി. അപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇപ്പം കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെന്ത് കിട്ടണം. ഇതിനി ശർക്കര നീര് ഒഴിച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അടി കട്ടിയുള്ളൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. ഉരുളിയുള്ളവരൊക്കെ ആണെങ്കിൽ ഉരുളിയിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇത് വരട്ടി വരുമ്പോൾ അടി പിടിക്കും. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് നന്നായി ഇളക്കി വരട്ടി ആ മധുരമൊക്കെ ശർക്കരയിൽ നന്നായിട്ട് പിടിക്കണ വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. അടി പിടിക്കണം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തീ കുറയ്ക്കണം. ഈ വരട്ടലാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. ഇതിങ്ങനെ വരട്ടിയെടുത്താലാണ് ശർക്കരയുടെ മധുരം ഗോതമ്പിലേക്ക് പിടിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഗോതമ്പ് പായസത്തിന് ഒരു വെള്ളം ചൊവ ഉണ്ടാവും. ഇത് വരട്ടാനെടുക്കണ കയ്യിൽ ഇത്തിരി നീളമുള്ളത് എടുക്കുക. ഇത് തിളയ്ക്കുമ്പോൾ ഇതിൽ കൊമ്പള പൊട്ടും. അത് നമ്മുടെ മേത്ത് തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ വരണ്ട് വരുംതോറും നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇത് വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ ശർക്കര ചേർത്തതിന് ശേഷം ഞാനൊരു 20 മിനിറ്റോളം വരട്ടിയിട്ടുണ്ട്. ഈ ടൈം ഇതുപോലെ തന്നെ ആവണമെന്നില്ല എല്ലാവർക്കും. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെയും ക്വാണ്ടിറ്റിയുടെയും അതുപോലെ തന്നെ ഫ്ലെയിമിന്റെ അനുസരിച്ചിരിക്കും. കുറച്ച് ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല. ഇതിലും വേഗം വരണ്ട് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ ടൈം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. വീഡിയോയിൽ കണ്ടിട്ട് ആ പാകം നോക്കി അതുപോലെ ചെയ്യാം. ഇത് വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി വരലാനുണ്ട്. അപ്പം നമുക്ക് ഇളക്കാനുള്ള സൗകര്യത്തിന് കുറച്ച് 2-3 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വരട്ടാം. ഇപ്പോൾ കണ്ടോ, നമുക്ക് അടി പിടിക്കാതെ എളുപ്പത്തിൽ ഇളക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പഴം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ.
ഇത് പലരും ചെയ്യാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ഈ ഗോതമ്പ് പായസം ഉണ്ടാക്കുമ്പോൾ പണ്ടേ ഇങ്ങനെ പഴം ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളത്. ഇപ്പൊ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ചേർന്ന് വരണ്ടിട്ടുണ്ട് ശരിക്കും. ഇപ്പൊ ഈ ശർക്കരയുടെ മധുരമൊക്കെ ഗോതമ്പിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങാപ്പാല് നമ്മൾ ഇളക്കാനും വരട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് 3 ഭാഗമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1.5 ലിറ്റർ പാലെടുത്ത് വെച്ചിരുന്നതിന്റെ 1/3 ഭാഗമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ചു നേരം കൂടി വരട്ടിയെടുക്കാം. ഇതിപ്പോൾ ഒരുമാതിരി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാം ഭാഗം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കുന്നതിന് നമ്മൾ നേരത്തെ വരട്ടിയ പോലത്തെ റിസ്ക് ഒന്നുമില്ല, അടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇനി എന്നാലും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിന്റെ 3-ാം ഭാഗവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വരട്ടി കൊടുക്കാം. നമ്മൾ ശരിക്കും തേങ്ങാപ്പാൽ ഇത്രയും ഡൈല്യൂട്ടാക്കി എടുക്കുന്നത് ആ ശർക്കരയും തേങ്ങാപ്പാലും കൂടി കിടന്ന് നന്നായിട്ട് തിളച്ച് അതിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് പായസത്തിന്റെ ശരിയായ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം. നമുക്ക് ചട്ടകം വേണമെന്നില്ല, ഏതെങ്കിലും കയ്യിലെടുത്തിട്ടാണെങ്കിലും ഇളക്കിയാൽ മതി. അത്രയും പിടിക്കാനൊന്നും പോണില്ലല്ലോ ഇനി അടിയിൽ. കയ്യിലുകൊണ്ട് ഇളക്കുമ്പോഴാണ് നമുക്കൊന്ന് കോരി എടുക്കുമ്പോൾ കൺസിസ്റ്റൻസി ശരിക്കും മനസ്സിലാവും. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 25 മിനിറ്റോളം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, ഏകദേശം പായസത്തിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്യാതെ. നമ്മൾ നേരത്തെ ഡൈല്യൂട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിന് തലപ്പാലെന്നും വേണമെങ്കിൽ പറയാം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം ഇളക്കി. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കരുത്. ആ വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്തിടാം. ഇനി നമുക്ക് ഒരു ചെറിയ പാനിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി പകുതി മൂപ്പായി വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് കഴുകി വാരി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് കറക്റ്റ് പാകമായി. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് വാഴയിലയിൽ പപ്പടവും പഴവും ഒക്കെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു നാടൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.